ഇന്ന് വൃശ്ചികം 1. വർഷങ്ങളായി ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ആത്മീയ യാത്രയ്ക്ക് സാക്ഷിയായ ശബരിമല കാനനപാത വീണ്ടും ഇന്ന് ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. മലകളും കാടും നിറഞ്ഞ ഈ വനപാത ഇന്നു മുതൽ ഭക്തരുടെ ചുവടുകളാൽ ഉണരും. കാട്ടിലാകെ ശരണമന്ത്രങ്ങൾ നിറയും. ഏറെ തയ്യാറെടുപ്പുകളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് എരുമേലി റേഞ്ചിന് കീഴിൽ കോയിക്കക്കാവ് മുതൽ കാളകെട്ടി വരെ നീളുന്ന കാനനം ഭക്തർക്കായി വഴിതെളിച്ചിരിക്കുന്നത്. വനസംരക്ഷണ സമിതിയുടെ സേവന കേന്ദ്രങ്ങൾ, വന്യജീവി ചലനങ്ങൾ നിരീക്ഷിക്കുന്ന സുരക്ഷാ ക്യാമറകൾ, അടിയന്തര ചികിത്സാ സഹായ കേന്ദ്രങ്ങൾ, ഭക്തർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ കുടിവെള്ള സൗകര്യം, വിശ്രമ കുടിലുകൾ, ശുചിമുറികൾ, മാലിന്യ ശേഖരണ സംവിധാനം എന്നിവ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. കോയിക്കക്കാവ് മുതൽ പമ്പ വരെ 30 കിലോമീറ്റർ നീളുന്ന കാനനപാത ഒരു ദിവസം കൊണ്ട് നടന്നെത്തുന്നവരും 2-3 ദിവസം കൊണ്ട് നടന്നെത്തുന്നവരുമുണ്ട്. കാനനപാതയിൽ ഇരുമുടിക്കെട്ട് ഇറക്കി വെച്ച് വിശ്രമിച്ച് ക്ഷീണമകറ്റുന്നതിനെ വിരിവെക്കൽ എന്നാണ് പറയുന്നത്. ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഒന്നാണ്. വനപാലകരുടെ ഒരു സംഘം പുലർച്ചെ തന്നെ കാനനപാത വഴി സഞ്ചരിച്ച് തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. അനുവദനീയമായ സമയത്തിനുള്ളിൽ അവസാനത്തെ അയ്യപ്പ സംഘവും സുരക്ഷിതമായി ഏതെങ്കിലും താവളത്തിലെത്തിയെന്ന് ഉറപ്പുവരുത്തുന്നുമുണ്ട്.